പായ്വഞ്ചിയിൽ ലോകം ചുറ്റി വന്ന ഇന്ത്യൻ നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനയ്ക്ക് സ്വീകരണമൊരുക്കി നാട്ടുകാർ. കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശിയായ ദിൽന ലോകയാത്രയ്ക്ക് ശേഷം ആദ്യമായാണ് ജന്മനാട്ടിലെത്തുന്നത്. യാത്രയിൽ താൻ നേരിട്ട വെല്ലുവിളികളും പ്രതിസന്ധികളും ദിൽന റിപ്പോർട്ടറുമായി പങ്കുവച്ചു. അഭിജിത് മുഴക്കുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ഇന്ത്യൻ നേവിയിലെ വനിതാ ഉദ്യോഗസ്ഥരിൽ ഒരാൾ കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശിയാണ്. യാത്രയ്ക്ക് ശേഷം ആദ്യമായി ദിൽന ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. വലിയ സ്വീകരണമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ദിൽനയ്ക്ക് ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സും ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം തരണം ചെയ്ത് നമുക്ക് വരാൻ പറ്റി. 3 സമുദ്രങ്ങളും കടന്നിട്ടാണ് നമ്മൾ വരുന്നത്. നേവിയുടെ ട്രെയിനിങ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാനിപ്പം നിൽക്കുന്നത് ഒരു വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഇവൻറ്റിലാണ്. എൻ്റെ നാട്ടുകാർ എനിക്ക് തന്ന ഈ ഒരു സ്വീകരണം ഞാൻ ഒരിക്കലും മറക്കില്ല. നമ്മൾ സൗത്ത് അമേരിക്കയുടെ അടുത്ത് കേപ്പ് ടൗൺ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ റൗണ്ട് ചെയ്യുന്ന സമയത്ത് വലിയ തിരമാലകളായിരുന്നു. 5 മുതൽ 7 അടി വരെയുള്ള തിരമാലകളായിരുന്നു. പിന്നെ അവിടുന്ന് കടലിൽ നിന്ന് പല തരത്തിലുള്ള ദിശയിൽ നിന്ന് വന്നിട്ട് നമുക്ക് അടിക്കുകയായിരുന്നു നമ്മളെ ബോട്ടിൻ്റെ മേലെ. പിന്നെ ബോട്ട് ടിൽട്ട് ചെയ്തിട്ട് നമ്മളെ ബോട്ടിൻ്റെ ഒരു ഭാഗം വെള്ളത്തിലോട്ട് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. സോ അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. സോ ആ ഒരു രാത്രി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രാത്രിയായിരുന്നു. അതൊരിക്കലും മറക്കില്ല. രൂപയും ഞാനും ടോട്ടൽ 4 വർഷമായിട്ട് ഞങ്ങൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേരുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാവും. സെയിലിംഗ് എന്ന് പറഞ്ഞൊരു ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ നന്നായിട്ട് എല്ലാവരും അറിയണം. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. കടലിൽ വേറെ ആരുമില്ല. ഏത് ഡിസിഷൻ എടുത്താലും നമ്മളായിരിക്കണം അതിൻ്റെ കോൺസിക്വൻസസ് നേരിടേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ് ആണ് നമ്മളെ ബോട്ടിൻ്റെ ഏറ്റവും വലിയ എക്യുപ്മെൻ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ യാത്ര കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. അവിടെ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെ? സാർ നമ്മളെ ഫ്ലാഗിങ് ചെയ്തത് ഏറ്റവും ഓണറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ആയത്, എനിക്കൊരു ഒരു ക്യാരക്ടർ കിട്ടിയത് ഇവിടെയുള്ള നാട്ടുകാരും എൻ്റെ വീട്ടുകാരും കാരണം കൊണ്ടാണ്. കാരണം ഒരു കുട്ടിക്കാലമാണ് ആൾക്കാരെ ഒരു വലിയൊരു അവരുടെ ക്യാരക്ടർ ഉണ്ടാക്കുന്നത്. സോ എൻ്റെ കുട്ടിക്കാലം ഭയങ്കര ഇവൻറ്റ്ഫുൾ ആയിരുന്നു. ഇവിടെയുള്ള ഒരുപാട് ചേട്ടന്മാരുടെ കൂടെ കളിച്ച് വളർന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. INS തരിണി എന്ന പായ്വഞ്ചിയിലാണ് ദിൽനയും രൂപയും ലോകം ചുറ്റാനിറങ്ങിയത്. പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ 8 മാസത്തെ യാത്രയ്ക്ക് ശേഷം തിരികെ നാട്ടിലേക്ക്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.